ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേണിംഗ് പാത്വേ ഓഫ് കോമേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. In 1941, the American Institute of Certified Public Accountants had defined accounting as the art of recording, classifying, and summarizing in a significant manner and in terms of money, transactions, and events which are, in part at least, of financial character and interpreting the results thereof. എന്താണ് പറയുന്നത്? 1941 AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ഒരു ടീം ഓഫ് അക്കൗണ്ടൻസ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ആർട്ടാണെന്നാണ്. ആർട്ട് ഓഫ് വാട്ട്? ആർട്ട് ഓഫ് റെക്കോർഡിങ്, റെക്കോർഡ് ചെയ്യപ്പെടുന്നതും ക്ലാസിഫിക്കേഷൻ ചെയ്യപ്പെടുന്നതും അതേപോലെ തന്നെ സമ്മറൈസേഷനും എല്ലാം ഉൾപ്പെടുന്ന ഒരു ആർട്ടായിട്ടാണ് അക്കൗണ്ടിങ്ങിനെ നമ്മളിവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് മാനർ, ഇതെല്ലാം ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ മാനർ ഉണ്ടാകും. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ്, അതായത് നമ്മൾ ഇതെല്ലാം ഒരു മാനറിൽ, ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാനർ യൂസ് ചെയ്തിട്ട് എന്താണ് ടേംസ് ഓഫ് മണി ടേംസിൽ എവറി ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബിസിനസ്സിനുള്ളിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ട്രാൻസാക്ഷൻസുകളെയും ഇവൻറ്റ്സിനെയും എല്ലാ തരത്തിലുള്ള സംഭവങ്ങളെയും അതേപോലെ തന്നെ ഇടപാടുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അതെല്ലാം ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം മണി ടേംസിൽ റെക്കോർഡ് ചെയ്യപ്പെടുത്തുകയും അതേപോലെ തന്നെ അതിനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് കൊടുത്ത് വേർതിരിച്ചെഴുതുകയും അതിനെ സമ്മറൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു റിപ്പോർട്ടിൻ്റെ രൂപത്തിലേക്കാക്കി മാറ്റുകയും ചെയ്യപ്പെടുന്ന ഒരു ആർട്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Therefore, accounting can be defined as the process of identifying, measuring, recording, and communicating the required information relating to the economic events of an organization to the interested users of such information. So, accountingനെ കുറച്ചും കൂടി വ്യക്തമാക്കി ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് ഓഫ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ മെഷർ ചെയ്യുക, എന്നതിന് ശേഷം റെക്കോർഡ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്തിനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എന്തിനെയാണ് മെഷർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? എക്കണോമിക് ഈവൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനകത്ത് ഒരു സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന എക്കണോമിക് ഈവൻറ്റ്സിനെ, എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കണോമിക് ടേംസിലുള്ള അല്ലെങ്കിൽ മണി നേച്ചറിലുള്ള, മണി ടേംസിലുള്ള, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള ഈവൻറ്റ്സിനെ, അതായത് ഇടപാടുകളെയും സംഭവങ്ങളെയും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പറയുന്നത്. അത് മാത്രമാണോ? ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഇങ്ങനെയൊക്കെയുള്ള ഇവൻറ്റ്സ് നടന്നു എന്നുള്ളതും അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് എന്നുള്ളതും നമുക്കതിനും ആ കമ്പനിയുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധമുള്ള ആളുകളെ അറിയിപ്പിക്കുകയും വേണം. എന്താണ് അവിടെ നടക്കുന്നത്, ഈ കമ്പനി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിൽ നിന്നും എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളുമാണ് ഉണ്ടാവുന്നത്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ഏത് രീതിയിലാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഉള്ളത് അവിടെ ഉള്ള അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യപ്പെടുന്ന ആളുകളെ അറിയിക്കുക എന്നുള്ളതും കൂടി എന്തിൽ വരുന്നതാണ്? അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യമാണ്. ഇനി കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്ന ചില ആസ്പെക്ട്സ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിലവൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ്. കുറച്ച് ടേംസ് എന്തൊക്കെയാണ്? എക്കണോമിക് ഈവൻറ്റ്, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഓർഗനൈസേഷൻ, ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. എന്താണ് ഈ പറയുന്ന കീ പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് കൊണ്ട് അർത്ഥം വരുന്നത്? അതൊക്കെ ഇതെന്താണ് മീൻ ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ ഒന്നും കൂടി ക്ലിയർ ആവത്തുള്ളൂ. അപ്പം നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്കണോമിക് ഈവൻറ്റ്സ്. What is meant by economic events? It's an event
Economic event is known as a happening of consequences to a business organization which consists of transactions and which are measurable in monetary terms. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിനകത്ത് നടക്കുന്ന എല്ലാ കോൺസിക്വൻസസും, അതായത് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന എന്ത് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിലും അതിനെയെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എക്കണോമിക് ഈവൻറ്റ് എന്ന് പറയുന്നത്. സംഭവ വികാസങ്ങൾ, ബിസിനസ്സിനകത്ത് എന്ത് നടന്നാലും അതിനെ നമുക്ക് ഒരു മോണിറ്ററി ടേമിൽ പറയാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇക്കണോമിക് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. For example, purchase of machinery, installing and keeping it ready for manufacturing, etc. So, machinery വാങ്ങുക, അതിനെ നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് റെഡിയാക്കി എടുക്കുക, ഇതെല്ലാം എന്താണ്, എക്കണോമിക് ഈവൻറ്റ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനറി വാങ്ങിക്കുന്നതിന് നമ്മൾ ക്യാഷ് കൊടുത്തെങ്കിലും മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, മെഷീനറി വാങ്ങിക്കത്തുള്ളൂ. അതിനകത്തൊരു മണി ടേം വരുന്നുണ്ട്, ക്യാഷ് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ഒരു ട്രാൻസാക്ഷനാണ്. സോ അത് എന്താണ്, ഒരു എക്കണോമിക് ഈവൻ്റ് ആണ്. അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് മാനുഫാക്ചറിങ് പ്രോസസ്സിനെ ആപ്റ്റാക്കി എടുക്കുക എന്ന് പറയുമ്പം അവിടെയും വരുന്നുണ്ട് ഇൻസ്റ്റലേഷൻ ചാർജസും അതേപോലെ വരുന്ന ചാർജസ്. സോ അതും എന്താണ്, ഒരു എക്കണോമിക് ഈവൻറ്റ് ആണ്. ദെൻ ഈ ഈവൻറ്റ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, എക്സ്റ്റേണൽ ഈവൻറ്റ്സ് ആൻഡ് ഇൻറ്റേർണൽ ഈവൻറ്റ്സ്. എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻറ്റ്സ് ഇൻവോൾവ്സ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ആൻ ഔട്ട്സൈഡർ ആൻഡ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനവും അതിന് പുറത്തുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുക. പിന്നെ അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് സെയിൽ ഓഫ് മെർക്കൻഡൈസ് ടു ദ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വിൽക്കുന്നത്, അതേപോലെ തന്നെ സപ്ലയേഴ്സിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും ഐറ്റംസ്, നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസും അതർ ഐറ്റംസും ഒക്കെ പർച്ചേസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് എക്സ്റ്റേണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ദ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുമ്പം ഓഫ് കോഴ്സ് എന്താണ്, ഇൻറ്റേർണലി നമ്മളുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബിസിനസ്സിനകത്ത് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. സോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സുകൾ തമ്മിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും അങ്ങോട്ടേക്ക് എത്തിക്കുക, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും ബാക്കി കാര്യങ്ങളും ഒക്കെ. അതേപോലെ തന്നെ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടുന്നതെന്നുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഇൻറ്റേൺ ത്രൂ അവരെ അറിയിക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ ഇൻറ്റേർണൽ ഈവൻറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ദ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു ദ എംപ്ലോയീസ്. നമുക്ക് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നു, വേജസ് കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾ ഓഫ് ഇൻറ്റേർണൽ ഇവൻറ്റ്. സോ ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് ഡെഫിനിഷനും ആണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ആസ്പെക്റ്റ് മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഇവൻറ്റ്സ് ആയിട്ട് വരും. ടിൽ ദെൻ ബൈ.